പ്ലീസ്. എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യണത്. എല്ലാ തവണത്തെയും പോലെ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ട് ഉള്ള ഒരു റിവ്യൂ അല്ല, ഇത് നമ്മൾ ഒരുമിച്ചാണ് തുറക്കാൻ പോണത്. സോ ഇത് ഗ്രാബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണ്. സോ ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതുവരെയും തുറന്നിട്ടില്ല, അപ്പോൾ നമുക്ക് തുറക്കാം എങ്ങനെയാണ്. അതൊരു പ്ലാസ്റ്റിക് കവറിലാണ് വരിക. ഇതിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ബബിൾ റാപ്പിലാണ് വരുന്നത്. ഇതിനകത്തൊരു കാർഡ്ബോർഡ് ബോക്സ് ആണുള്ളത്. സോ നമുക്കിത് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് പാക്കേജിംഗ് ഒക്കെ എക്സാക്ട്ലി എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അൺബോക്സ് ചെയ്യുക നിങ്ങളുടെ മുന്നിൽ തന്നെ ആവാമെന്ന് വിചാരിച്ചത്. എനിക്കിത് ഏത് ബോക്സാണെന്ന് അത്ര അറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് അവർ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഗ്രാബോക്സ് അവർ അയച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് അവർ എനിക്ക് റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ്, ഞാനായിട്ട് മേടിക്കേണ്ടായിട്ടുള്ളതല്ല. സോ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഔട്ടർ കാർഡ്ബോർഡ് പാക്കേജിംഗ് ആണിത്. ഇതിൻ്റെ അകത്താണ് ആക്ച്വൽ പാക്കേജിംഗ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പേര് ഗ്രാബോക്സ് എന്നാണ് കേട്ടോ. ബേസിക്കലി ഇവരുടെ സൈറ്റ് എന്ന് പറയുന്നത് ഫാക്കൻ എന്ന് പറയുന്ന സൈറ്റാണ്. FACONN. ഇതാണ് ഇവരുടെ സ്പെൽ ചെയ്യുന്നത്. അവരുടെ ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഗ്രാബോക്സ് എന്ന് പറയുന്നത്. ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണ്. സോ യൂഷ്വലി സബ്സ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടോ? കാരണം നമ്മൾ ഗ്ലാമിഗോ ബോക്സിന്റെ സബ്സ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ഫാക്കൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് ഈ ഗ്രാബോക്സ് എന്ന് പറയുന്നത്. അവർക്ക് 2 സബ്സ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ബ്യൂട്ടി സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണ്. 6 അല്ലെങ്കിൽ 7 പ്രോഡക്ട്സ് ആയിരിക്കും ഉണ്ടാവുക. അതും ഫുൾ സൈസ് പ്രോഡക്ട്സ് ആവും ഉണ്ടാവുക. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 339 rupees പ്ലസ് 60 rupees ഷിപ്പിംഗ് ചാർജസ് ഉണ്ട്. അങ്ങനെ 399 rupees ആണ്. 399 രൂപയാണ് അവരുടെ ബ്യൂട്ടി സബ്സ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്നത്. ഇത് ഒരു മാസത്തെയാണ് പറയുന്നത്. ഒരു മാസത്തെ ബോക്സിന്റെ കാശാണ് ഈ പറയുന്നത്. സോ 399 rupeesൽ നമുക്ക് 6 അല്ലെങ്കിൽ 7 ഫുൾ സൈസ് മേക്കപ്പ് അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് ബ്യൂട്ടി ബോക്സിൽ കിട്ടും. അതായത് മേക്കപ്പ് ആൻഡ് സ്കിൻ കെയറിനെക്കാളും കൂടുതൽ ഇഷ്ടം ജ്വല്ലറിയാണ്. അങ്ങനെയുള്ളവർക്കും ഒരു ബോക്സ് ഉണ്ട്. സോ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 439 rupees പ്ലസ് 60 rupees ആണ്. 60 rupees എന്ന് പറയുന്നത് ഷിപ്പിംഗ് ചാർജസ് ആണ്. ഇൻ ടോട്ടൽ 499 rupees ആണ്. അതായത് 500 rupees. 500 rupeesന് നമുക്ക് 8 മുതൽ 10 എണ്ണം വരെ കിട്ടും ജ്വല്ലറീസ്. ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ മാസത്തെ ഒരു റിവ്യൂ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ കണ്ടപ്പോൾ ചിലർക്ക് ചില സമയത്ത് 12 എണ്ണം വരെ കിട്ടും. സോ അത് ഡിപ്പെൻഡ് ചെയ്യും. 8 എണ്ണം എന്തായാലും മിനിമം ഉണ്ടാവും എന്നുള്ളതാണ്. ബ്യൂട്ടി സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണെങ്കിൽ അതിൽ ബ്യൂട്ടി പ്രോഡക്ട്സും, അതല്ല ജ്വല്ലറി സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണെങ്കിൽ അതിൽ ജ്വല്ലറി പ്രോഡക്ട്സും ആണ് ഉണ്ടാവുക. ഇതിൻ്റെ യൂട്യൂബ്, അതേപോലെ ജിമെയിൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇവരുടെ ഹാൻഡിൽസിനെ കുറിച്ചും കൂടാതെ ഇവരുടെ വെബ്സൈറ്റും എഴുതിയിട്ടുണ്ട്. നമുക്കിത് ഏതാണെന്ന് അറിയില്ല, ഞാനിപ്പോൾ തുറന്നു നോക്കാം. അടിപൊളി. ഇത് നോക്കൂ, ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. ഇതിൽ ഫസ്റ്റിനൊരു ചെറിയൊരു പേപ്പർ പോലെയുണ്ട്. ഇതിൽ പറയുന്നത് കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ ജ്വൽ ഗ്രാബോക്സ് എന്ന് പറയുന്നത്. അതായത് ജ്വല്ലറിയാണ് നമ്മുടെ ഈ ബോക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ജ്വല്ലറി ഏതൊക്കെ ജ്വല്ലറി ഉണ്ടെന്നും ജ്വല്ലറിക്ക് എത്രയൊക്കെ രൂപയാണെന്നുള്ളതും ഉണ്ട്. സോ ജ്വല്ലറി ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ സ്കിൻ കെയറിനേക്കാളും ഇഷ്ടം ജ്വല്ലറിയാണ്. എനിക്ക് ഈ പുറത്തുനിന്നുള്ള സ്കിൻ കെയർ ഉപയോഗിക്കുന്നത് അത്ര ഇഷ്ടമല്ല. എനിക്ക് വീട്ടിനകത്ത് തന്നെ ഉള്ളതാണ് ഇഷ്ടം. ഇങ്ങനെ തുറക്കുമ്പോൾ ഇതിലിങ്ങനെ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ട്. മണമൊന്നുമില്ല അതിന്. സാധാരണ ചിലതിനിങ്ങനെ മണം ഉണ്ടാവുമല്ലോ. ഇനി അതിനകത്ത് അയ്യോ ഒക്കെ താഴെ പോയി. അത് ഇനി അതെങ്ങാനും ഇമ്മ കണ്ട അപ്പെടുത്ത് വായിലിടും. സോ നമുക്ക് തുടങ്ങാം അല്ലേ? അയ്യോ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയണത് എനിക്ക് ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഈ ഗോൾഡൻ ഇയറിങ്സ് ആണ്. ബ്ലാക്ക് ബീഡ്സും ഉണ്ട് ഇതിൽ. സോ എല്ലാം ഇൻഡിവിജ്വലായിട്ട് ഓരോ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ടാണ് അവർ തരുന്നത്. ഇത് കാണുമ്പോൾ നല്ല വലിപ്പമുണ്ട്, പക്ഷെ വളരെ ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ടെന്ന് നമ്മൾ അറിയില്ല, അത്ര ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ കണ്ടാൽ അങ്ങനെ ലോ ക്വാളിറ്റി ആണെന്നൊന്നും തോന്നുന്നില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കുർത്ത, പിന്നെ സെൽബാർസ്, പിന്നെ കുറച്ചൊരു ഇൻഡോ വെസ്റ്റേൺ ലുക്ക്, ഒരു ഫ്യൂഷൻ ലുക്കിനൊക്കെ നന്നായിട്ട് ചേരുന്ന ഇയറിങ്സ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടുത്ത ഇയറിങ്സ് എഗെയിൻ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് പൗച്ചിൽ തന്നെ, പ്ലാസ്റ്റിക് കവറിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു ലൂപ്പ് ഇയറിങ്സ് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വളരെ സിമ്പിളാണ് സത്യം പറഞ്ഞാൽ. വലിപ്പമുണ്ട്, പക്ഷെ എന്നാലും വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ നല്ലൊരു വെറൈറ്റി ഉണ്ട്. എനിക്കതാണ് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കും, ഇതൊരു പ്രത്യേകത ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കും. എന്നാൽ വളരെ കംഫർട്ടബിളും ആണ് ഇടാനായിട്ട്.
അടുത്തത് ഒരു അഫ്ഗാനി ഇയറിങ്സ് ആണ്. ഇതിപ്പോൾ അറിയാലോ, നമുക്ക് ഭയങ്കര ട്രെൻഡാണ് ഈ അഫ്ഗാനി ഇയറിങ്സ് എന്ന് പറയുന്നത്. ഇത് പല വലിപ്പത്തിൽ വരുന്നുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിപ്പം പെർഫെക്റ്റ് ആണ്, വലുതും അല്ല ചെറുതും അല്ല, ഒരു മീഡിയം വലിപ്പത്തിലാണുള്ളത്. ഇത് നമുക്ക് അത്യാവശ്യം സാരി, സൽവാസ്, കുർത്തീസ്, ഇൻഡോ വെസ്റ്റേൺ ലുക്ക് എല്ലാത്തിൻ്റെ ഒപ്പം നന്നായിട്ട് ചേരുന്ന ഇയറിങ്സ് ആണ്. ഇതാണ് നമ്മൾ സെറ്റ് സാരി ഉടുക്കണ വീഡിയോയിൽ ഇടുകയുണ്ടായത്. ആൻഡ് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എവിടെ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കിട്ടിയതാണ്. ഇതാണ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇയറിങ്സ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ഒരുവിധം എല്ലാ ഫേസ് ഷേപ്പിനും ചേരുന്നതാണ് ഈ അഫ്ഗാനി ഇയറിങ്സിൻ്റെ ഈ ഒരു പ്രത്യേക ഷേപ്പ്. പിന്നെ ഇതിൻ്റെ ഹാങ്ങിങ്സ് നല്ലോണം ഇങ്ങനെ ആടി ആടി നിൽക്കും, അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി അടുത്തത് ഒരു വൈറ്റ് ഹൂപ്പ് ഇയറിങ്സ് ആണ്. ഇത് ജുംക്കയാണ് ഇതിലുള്ളത്. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ജുംക്കയാണ്, റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് പിന്നെ കുളത്തുണ്ട്. അപ്പോൾ ഈ റൗണ്ടിൽ ബീഡ്സും ഉണ്ട്, കൂടാണ്ട് ഈ ബീഡ്സിൻ്റെ ഇടയിൽ ഗോൾഡൻ കളറിലുള്ള ഒരു റിങ്, അതിൽ ചെറിയ ചെറിയ വൈറ്റ് സ്റ്റോൺസും ഉണ്ട്. പിന്നെ ജുംക്കയിൽ കംപ്ലീറ്റ്ലി വൈറ്റ് ബീഡുകളാണ്, ഫുൾ വൈറ്റ് ബീഡ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. കാണുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നുമെങ്കിലും വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിലുള്ള എല്ലാ ഇയറിങ്സും അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആണ് കേട്ടോ. അടുത്തത് ഈ ലെയേർഡ് നെക്ക് പീസ് ആണ്. ഇതിൽ വലിയ ഒരു വെറൈറ്റി ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ വഴിയോരത്തൊക്കെ കുറച്ച് പേരിങ്ങനെ മാലയും കമ്മലും വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കും, എസ്പെഷ്യലി പുറത്തുള്ള ആൾക്കാർ, നോർത്ത് ഇന്ത്യൻ ആൾക്കാർ. അപ്പോൾ അവരുടെ കയ്യിൽ സ്ഥിരം കാണുന്ന ഒരു നെക്ക് പീസും ഇയറിങ്സിൻ്റെയും സെറ്റാണിത്. സോ ഇത് ഓക്കെയാണ്, എനിക്ക് അത്രയും കൂടെ ഒരു വെറൈറ്റിയും തോന്നിയില്ല. പക്ഷേ എഗെയിൻ ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആണ്, നമുക്ക് മാറ്റി ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു വെറൈറ്റി പീസാണ്. ഇത് കുറച്ച് ട്രിക്കിയാണ്, നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം ഒന്നും ചെയ്യില്ല, അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിടണം. പിന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ താഴെ എഴുതിയിടുന്നു കേട്ടോ. അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് എത്രയാണ് പ്രൈസ് എന്നുള്ളത്, അതാണ് ഞാൻ താഴെ എഴുതി കാണിക്കുന്നത്. അടുത്തത് ചോക്കോ പീസാണ്. ഈ ചോക്കോ പീസ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ട്രിങ്ങിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ നെക്കിൻ്റെ ലൈക്ക് വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ ടൈ ചെയ്യാം, ബാക്കിലേക്ക് ആണെങ്കിൽ അങ്ങനെയും ടൈ ചെയ്യാം. അതല്ല മാല പോലെ ഇടണമെങ്കിൽ അങ്ങനെയും ഇടാം, നമ്മുടെ കംഫർട്ടബിലിറ്റിയാണ്. ചോക്കർ കഴിഞ്ഞൊരു 1-2 വർഷമായിട്ട് ഭയങ്കര ഇന്നാണ്, ഇപ്പോഴും നന്നായിട്ട് പോകുന്നതാണ് ചോക്കർ. വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ ഒപ്പം ഭയങ്കര നല്ലതാണ്, എസ്പെഷ്യലി ഓഫ് ഷോൾഡർ ടോപ്സിൻ്റെ ഒപ്പം ഗംഭീരമാണ് കാണാനായിട്ട്. അടുത്തത് ഇയർ കഫാണ്. നല്ല ക്വാളിറ്റി ഇയർ കഫാണ് കേട്ടോ. ഇത് ലൈക്ക് രണ്ട് ഭാഗത്തും ഡിസൈൻ ഉള്ള കാരണം ഏത് ചെവിയിൽ വേണമെങ്കിലും നമുക്ക് വെക്കാം, അപ്പോൾ അത് പ്രശ്നമില്ല. ഒബ്വിയസ്ലി ഡെയിലി വെയർ അല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസാണ്. നമ്മൾ കമ്മലും മാലയും ഒന്നും ഇടാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ട് ഇതിനെ യൂസ് ചെയ്യാം. ആൻഡ് ഒരു ഡിഫറെൻ്റ് ലുക്ക് വേണം, പാർട്ടിക്കൊക്കെ പോകുമ്പോൾ വേണം വെച്ചാൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ഓക്സിഡൈസ്ഡ് നെക്ക് പീസാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. പൊതുവേ നമുക്കിപ്പോൾ ഓക്സിഡൈസ്, അത് സിൽവർ ആണെങ്കിലും ശരി, ഗോൾഡൻ ആണെങ്കിലും കോപ്പർ ആണെങ്കിലും ഓക്സിഡൈസ്ഡ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണല്ലോ. കമ്മലൊന്നും ഇടാണ്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സ്റ്റഡ് മാത്രം ഇട്ടിട്ട്, കമ്മലിടാണ്ടിരിക്കുകയാണ് നല്ലത്. ഇത് ഈ മാല മാത്രം ഇടുകയാണെങ്കിൽ നല്ല സ്റ്റേറ്റ്മെൻറ്റ് പീസാണ്. ഇത് അഗെയിൻ ഈ കുർത്ത, ഇൻഡോ വെസ്റ്റേൺ ലുക്കിൻ്റെ ഒപ്പം സൽവാർസ്, അനാർക്കലീൻ്റെ ഒപ്പമൊക്കെ നന്നായിട്ട് ചേരും. നമ്മളൊന്ന് നല്ല രസമായിട്ട് സ്റ്റൈൽ ചെയ്തെടുത്താൽ നല്ല നെക്ക് പീസാണിത്. അടുത്തത് റൗണ്ട് സ്റ്റോൺ ആയിട്ടുള്ള ഒരു ഇയർ പീസാണ്. നല്ല വലിപ്പമുണ്ട് കാണാനായിട്ട്, കുറച്ചൊന്ന് വലിപ്പം കുറഞ്ഞിരുന്നെങ്കിൽ എല്ലാവർക്കും ഇടാൻ പാകത്തിനായാണ്. എഗെയിൻ പക്ഷേ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസാണ്. നമ്മൾ മാല ഇടാണ്ട് ഇത് മാത്രം ഇടുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ഉണ്ടാവും കാണാൻ. എഗെയിൻ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. കാണുമ്പോൾ ഒരുപാട് ഹെവി ആയിട്ട് തോന്നുമെങ്കിലും ഒരുപാട് വർക്കുള്ള ഒക്കെ ഉണ്ട് വെച്ചാലും, പക്ഷേ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പീസാണ്. പിന്നെ ഇത് ഓഗസ്റ്റ് മന്ത് ആയതുകൊണ്ട് നമുക്ക് ഇന്ത്യയുടെ ഒരു ബാഡ്ജും കൂടി കിട്ടുന്നുണ്ട്. സോ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാലയും കമ്മലും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, ഈ ഡ്രസ്സിനൊക്കെ അനുസരിച്ച് മാറ്റി ഇടുന്ന നേച്ചറാണ് നിങ്ങളുടെ വെച്ചാൽ ഇത് പറ്റിയൊരു സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ലാഭമാണ്. അതേസമയം നിങ്ങൾ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കമ്മലുകൾ മാത്രം ഉപയോഗിക്കുന്ന ആളാണ്. അതായത് എനിക്കറിയാം ചിലർക്ക് കുഞ്ഞു കമ്മലുകൾ മാത്രമേ ഇടുന്നതേ ഇഷ്ടമുള്ളൂ, അങ്ങനത്തെ മാത്രമേ മാറ്റി ഇടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു സബ്സ്ക്രിപ്ഷൻ ബോക്സ് അല്ല ഇത്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാനൊന്നും പറ്റില്ല, അതേപോലെ കസ്റ്റമൈസ്ഡും അല്ല. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ആദ്യം ചോദിച്ചിട്ട് അതിനനുസരിച്ച് അയച്ചു തരുന്ന ഒരു ബോക്സ് അല്ല ഇത്. ഇതിപ്പോൾ 8 മുതൽ 10 വരെയുള്ള ജ്വല്ലറി പീസസ് ആണ് അവർ അയച്ചു തരുന്നത്. അതിനകത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ട്രെൻഡി ആയിട്ടുള്ള പീസുകളാണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പീസുകളാണ്. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷേ ഇതിൻ്റെ ഡിസൈൻ വളരെ നല്ലതാണ്, വളരെ വെറൈറ്റി ആണ് അല്ലേ, ഒരു നല്ലൊരു പുതുമയുണ്ട്. ഈ ഇയർ കഫ് ആണെങ്കിലും ശരി, പിന്നെ നമ്മൾ വട്ടത്തിൽ വേണ്ട ബ്ലാക്കും റെഡും കൂടിയിട്ടുള്ള കമ്മല് ഭയങ്കര വലുത്, അതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്, നല്ല പുതുമയുണ്ട്.
അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കമ്മലുകൾ മാറ്റി മാറ്റി ഇടാൻ ഇഷ്ടമാണ്. അത് അത്യാവശ്യം വലിയ കമ്മലുകളൊക്കെ ഇടാൻ ഇഷ്ടമാണ്. കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ട്രെൻഡി ആയിട്ടും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇയറിംഗ്സ് വേണമെന്നൊക്കെ മോഹമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ജ്വല്ലറി ബോക്സ് ആണ്. അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ അഫോർഡബിൾ ആണെന്ന് വേണം പറയാനായിട്ട്. പക്ഷെ കുഞ്ഞു കുഞ്ഞു ഇയറിംഗ്സ് മാത്രം ഇടുന്ന ആൾക്കാരൊക്കെയാണ്, അതല്ല നമ്മുടെ സ്റ്റൈലിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് കുറച്ച് പരിമിതികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതൊരു അഫോർഡബിൾ ബോക്സ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം എല്ലാ ഇയറിംഗ്സ് ഒന്നും നമുക്ക് പറ്റിയതാവണമെന്നില്ല. നമ്മൾ കടയിൽ പോയി എഫേർട്ട് എടുത്ത് നമ്മൾ തപ്പി തെരഞ്ഞ് മേടിക്കണേക്കാളും ഡെഫിനറ്റ്ലി ലാഭമാണ് ഇങ്ങനെ മേടിക്കുകയാണെങ്കിൽ, സബ്സ്ക്രിപ്ഷൻ ആയിട്ട് മേടിക്കുകയാണെങ്കിൽ. പക്ഷെ ഇത് നമുക്ക് ആവശ്യമാണോ ആവശ്യമുള്ളതല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ലേ? എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ പറഞ്ഞ പോലെ വലിയ കമ്മലും ചെറിയ കമ്മലും ഒക്കെ ഇടാൻ ഇഷ്ടമാണ്. സോ അതാണ് ഇന്നത്തെ ഗ്രാബോക്സ് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര ബഹളമാണ്, എനിക്കറിയാം. സോ സോറി. ഇമ്മ അവിടെ സാധനങ്ങളൊക്കെ വലിച്ചിട്ട് ഫുള്ള് കളിയാണ്. അപ്പോൾ വീട് ഇനി മൊത്തത്തിൽ തിരിച്ച് മറിച്ച് വെക്കണേക്കാളും മുമ്പ് ഞാൻ അവിടെ ചെല്ലട്ടെ. അവളുടെ അച്ഛൻ്റെ ഒപ്പമാണ് കളിക്കണത്. സോ ഞാൻ വേഗം അവിടെ ചെന്നൊന്ന് സെറ്റിൽ ആക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.